64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ സന്ദർശനം നടത്തി തിരുവനന്തപുരം മേയർ വി രാജേഷ് കലോത്സവ വേദികളിലെ കുട്ടികളുടെ മികവാർന്ന കലാപ്രകടനം ഏറെ സന്തോഷം നൽകുന്നുവെന്ന് മേയർ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന പ്രതിഭകൾക്ക് പ്രത്യേക പ്രോത്സാഹനമുണ്ടാകുമെന്നും മേയർ വി രാജേഷ് കൂട്ടിച്ചേർത്തു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പൂരത്തിന്റെ മണ്ണിൽ കൊട്ടിക്കയറുകയാണ്. ആ പൂരനഗരിയിൽ നടക്കുന്ന കലോത്സവം കാണാൻ വേണ്ടി തിരുവനന്തപുരത്തിന്റെ നഗരപിതാവായിട്ടുള്ള വി രാജേഷ് എത്തിയിരുന്നു. അത് കലോത്സവ വേദിയിലൊക്കെ സന്ദർശിച്ചതിന് ശേഷം നിലവിൽ ജനൻ ടിവിയുടെ പവലിയനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു 64ാമത് കലോത്സവമാണ്. 15,000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 25 വേദികളിലായിട്ടാണ് ഈ കലാമാമാങ്കം നടക്കുന്നത്. ഈ വേദികളിലൊക്കെ സന്ദർശിച്ചപ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് കുട്ടികൾ? അത് എങ്ങനെ കാണാൻ പറ്റി? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തുന്ന, നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കേണ്ട വലിയൊരു വിഭാഗം കുട്ടികളാണ് ഇവിടെ വളർന്നു വരുന്നത്. ഓരോ കലോത്സവവും ഓരോ സന്ദേശമാണ്, നമ്മുടെ നാടിൻ്റെ മുതൽക്കൂട്ടായി മാറുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ വിവിധ അധ്യാപക സംഘടനകളൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് മനോഹരമായി നടത്തുന്നുണ്ട്. നല്ല രീതിയിലാണ് നടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു, ഞങ്ങളൊക്കെ തന്നെ എൻ്റെ സംഘാടക സമിതിയിലുണ്ടായിരുന്നു. ഇപ്പോൾ NTU ൻ്റെ ക്ഷണമനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. അവരാണ് ശബ്ദവും വെളിച്ചവും ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. ശബ്ദ മലിനീകരണത്തിനെതിരെ കൃത്യമായിട്ടൊരു പ്രോട്ടോക്കോൾ, സൗണ്ട് പ്രോട്ടോക്കോൾ ഉൾപ്പെടെ ആദ്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല. ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലർ, ഈ കലോത്സവം നടക്കുന്ന വാർഡിൻ്റെ കൗൺസിലർ പൂർണ്ണിമയുണ്ട്. ഇവരൊക്കെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ BJP കൗൺസിലർമാരാണ്. ഇവരുടെയൊക്കെ തന്നെ പങ്കാളിത്തത്തോടുകൂടി വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഞങ്ങളൊക്കെ തന്നെ ഈ കലോത്സവത്തിൻ്റെ വിജയത്തിലേക്കായി എല്ലാ കാലഘട്ടത്തിലും BJPയും അതോടൊപ്പം തന്നെ ദേശീയ അധ്യാപക പരിഷത്ത് NTUവും ഒക്കെ തന്നെ വളരെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കലോത്സവം നടന്നു, ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്നത്. ഇത് രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ? അത് വ്യത്യാസം രണ്ടും ഏകദേശം നടത്തിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ തിരുവനന്തപുരം തലസ്ഥാന നഗരമാകുമ്പോഴേക്കും കുറച്ച് കൂടുതൽ വളരെ പെട്ടെന്ന് തന്നെ ഇടപെടലുകളുടെയൊക്കെ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സാധിക്കും. മാത്രമല്ല സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു മെയിൻ വേദിയായിട്ട് വന്നത്. പിന്നെ തൃശ്ശൂർ ഒരു ഗുണം ഞാൻ കണ്ടത്, തേക്കിൻകാട് മൈതാനമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട്. കഴിഞ്ഞ തവണ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള, ഞാൻ മീഡിയയുടെ ചെയർമാനായിരുന്നു, സ്റ്റോളുകൾ തരാൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് ആദ്യം ഒരു വിഷമമൊക്കെ ഉണ്ടായി. ചില പ്രിൻറ്റ് മീഡിയയ്ക്ക് നമുക്ക് പുറകു ഭാഗത്തൊക്കെയാണ് കൊടുക്കാൻ സാധിച്ചത്. കാരണം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മെയിൻ പന്തിൽ കഴിഞ്ഞാൽ അത്രേ സ്ഥലമുള്ളൂ. എന്നാൽ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിലാകുമ്പോഴേക്കും ആവശ്യത്തിന് സ്ഥലമുള്ളതുകൊണ്ട് അങ്ങനെ തരാം. അപ്പോൾ കുറേ അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ഭരണപരമായ കാര്യങ്ങൾ തിരുവനന്തപുരം ആകുമ്പോഴേക്കും കുറച്ചുകൂടി ഇടപെടലുകൾ പെട്ടെന്നായിരിക്കും. തിരുവനന്തപുരത്തിന്റെ മേയറാണ്. അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിജയിക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ മേയർ എന്നുള്ള നിലയിൽ കൊടുക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ എല്ലാ കൊല്ലവും അത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രാദേശികമായിട്ടൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിജയിച്ചു വരട്ടെ, നമുക്ക് ആലോചിക്കാം. തീർച്ചയായിട്ടും വിജയിച്ചു വരുന്ന കുട്ടികളെ അതിൻ്റെതായിട്ടുള്ള പരിഗണന നൽകുമെന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കിയിട്ടുള്ളത്.